നോക്കൂ, 3-ാമത്തെ വയസ്സിൽ, 6 അല്ല 9 അല്ല, വെറും 3-ാമത്തെ വയസ്സിൽ യൂറോപ്പിലെ രാജാക്കന്മാർ അവർ പെൺകുട്ടികളെ 3-ാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വേറെയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ഇസ്ലാമിനെ വിമർശിക്കാൻ ആളുകൾക്ക് വല്ലാത്തൊരു ധൃതിയും തിരക്കുമാണ്. ഇസ്ലാമിലെ ഏതൊരു കാര്യവും സമൂഹത്തിൽ അതെങ്ങനെയായിരുന്നു എന്ന് പോലും ചിന്തിക്കാതെ ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിൽ അതിനെ കാടടച്ച് വിമർശിക്കുക എന്ന ഒരു ശൈലി പൊതുവെ സമൂഹത്തിൽ കാണാറുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന് നേരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ വളരെ വേദനയോടുകൂടി കേൾക്കുകയും അതിൽ നിന്നും ഊരിയാൻ വേണ്ടി സമൂഹത്തിലുള്ള ആളുകൾക്ക് മുമ്പിൽ ഇസ്ലാം മോശമാകാത്ത രൂപത്തിൽ ആ ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി തെറ്റായ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന വളരെ സങ്കടകരമായ അവസ്ഥയും സമൂഹത്തിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരത്തിൽ സമൂഹത്തിൽ വളരെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹവും ആ വിവാഹത്തിൻ്റെ പ്രായത്തെയും ചൊല്ലിയുള്ള തർക്കങ്ങൾ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ചെറിയ പ്രായത്തിലാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചരിത്രകാരന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്രയൊക്കെ കാരണങ്ങൾ നമ്മൾ നിരത്തിയാലും ഇല്ലെങ്കിലും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് വിശ്വാസികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. ഒരു ശരിയായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മറുപടിയിൽ മാത്രം അവൻ ഒതുങ്ങാൻ സാധ്യമാകും. ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമിഅന വ അതഅന, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങൾ പരിപൂർണമായും അത് അനുസരിച്ചിരിക്കുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. അതിനപ്പുറത്തേക്കൊരു നിലപാടിൻ്റെ ആവശ്യമില്ല. അത് തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ, സമൂഹത്തിലെ അവസ്ഥകൾക്ക് യോജിക്കുന്നതാണോ, ഇത് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ നമ്മൾ മോശക്കാരനാകുമോ, ഇത് ഇസ്ലാമിന് തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടില്ലേ എന്നിങ്ങനെയുള്ള ചിന്തകളുടെ ആവശ്യമൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം പരിശുദ്ധമായ ദീൻ ഉണ്ടാക്കിയതും അതിനെ സംരക്ഷിക്കുമെന്ന സ്വയം സംരക്ഷണാവകാശം ഏറ്റെടുത്തതും ഈ ദീനിനെ നിർമ്മിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സങ്കടമോ സമൂഹത്തിലെ ആളുകളുടെ വിമർശനങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് വിഷയം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിൻ്റെ പ്രായം എത്രയാണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു എന്ന് പഠിപ്പിക്കുന്നത്? ആദ്യം നമുക്കതിൻ്റെ പ്രായത്തിലേക്ക് വരാം. ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് അവിടുത്തെ 6-ാമത്തെ വയസ്സിലാണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് തസവ്വജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന 6 സിനീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് എന്നെ വിവാഹം ചെയ്തത്. വ ബനാബി വ അന 9 സിനീൻ ബിന്തു 9 സിനീൻ. എന്നെ പ്രവാചകൻ കൂടെ കൂട്ടിയത് എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരാണ് പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് എന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചത് 6 വയസ്സിലാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇനി ഒരാളുടെ സാക്ഷിവചനത്തിലേക്കോ ഒരാളുടെ തെര്യപ്പെടുത്തലിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായി, ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആരെങ്കിലുമൊക്കെ ഈ അഭിപ്രായം പറഞ്ഞതാണെങ്കിൽ നമുക്ക് ആ അഭിപ്രായത്തിൻ്റെ പേരിൽ തർക്കങ്ങളും സംശയങ്ങളും ഉന്നയിക്കാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, നമുക്കിത് പഠിപ്പിച്ചു നൽകുന്നത് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം വയസ്സിൽ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തി. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് എന്നെ പ്രവാചകൻ ഈ പ്രായത്തിലാണ് വിവാഹം ചെയ്തതെന്ന് പറയുന്നത്. രണ്ടാമതായി ഈ ഹദീസ് നമ്മൾ ഉദ്ധരിക്കുന്ന മറ്റൊരാൾ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ച്
ഏറ്റവും നന്നായി വിവരമുള്ള വ്യക്തിത്വമാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയുടെ സഹോദരിയാണ് മഹദി അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ ബിൻത് അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ മകളാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറും ഉർവത്ത് ബിൻ സുബൈറും. അവിടുത്തെ അസ്മാ റളിയല്ലാഹുവിൻ്റെ ഭർത്താവാണ് സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. ആ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ് അബ്ദുല്ലാഹി ബിൻ സുബൈറും ഉർവത്ത് ബിൻ സുബൈറും. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്ത് വളർത്തിയത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉമ്മു അബ്ദില്ല എന്നൊരു കുഞ്ഞിയത്തുണ്ട്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിയാണത് പറയുന്നത്. അവർക്ക് സ്വന്തമായി മകനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ അബ്ദുള്ളയുടെ ഉമ്മു അബ്ദില്ല എന്ന പേരിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലേക്ക് ചേർത്തിയാണ് പറയുന്നത്. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ ആയിഷ ബീവിയുടെ കൂടെ അവിടുത്തെ വീട്ടിൽ വളർന്ന സ്വന്തം സഹോദരിയുടെ മകൻ മഹറമായ വ്യക്തിത്വമാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹപ്രായത്തിൽ നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വിമർശകർ ഉന്നയിക്കുന്ന ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനത്തെയും ആ വിമർശനത്തിൻ്റെ എത്രത്തോളം അതിൽ കാമുണ്ടെന്ന് പറഞ്ഞ ശേഷം ഈ വിമർശനത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ അല്പത്തരത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമതായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായത്തെ ചെറിയ കുട്ടിയെ, ഒന്നുമെത്താത്ത പറക്കമറ്റാത്ത പൈതലിനെ വിവാഹം കഴിച്ച കപടനാണ്, മോശക്കാരനാണ്, സ്ത്രീ ലംബടനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സുബ്ഹാനല്ലാഹ് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയാത്ത വാചകങ്ങൾ മുസ്ലിം പേരുള്ളവരും അല്ലാത്തവരുമായിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ച് പറയാറുണ്ട്. എന്നാൽ അത്തരം ആളുകളൊന്നും ചരിത്രത്തിലേക്ക് അവരുടെ ചിന്തകൾ കൊണ്ടുപോകാറില്ല എന്നതൊരു വസ്തുതയാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്ത ചരിത്രപ്രസിദ്ധമായ ധാരാളക്കണക്കിന് ആളുകളെ കാണാൻ സാധ്യമാകും. ഒന്നും വേണ്ട, ഇപ്പോഴൊന്നും ChatGPTയോടോ അല്ലെങ്കിൽ ജെമിനിയോടോ നമ്മൾ കാര്യം അന്വേഷിച്ചാൽ അവർ തന്നെ പറഞ്ഞു നൽകും. ഓരോ കാലഘട്ടത്തിലും വിവാഹപ്രായത്തിന് അവിടുത്തെ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പലപ്പോഴും അവരുടെ വിവാഹങ്ങളെക്കുറിച്ച് ആരും വിമർശനം ഉന്നയിക്കാറില്ല. കാരണം അത് സർവ്വസാധാരണമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആയിഷ ബീവിക്ക് മറ്റ് വിവാഹാലോചനകൾ നേരത്തെ വന്നിരുന്നുവെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് വിവാഹപ്രായത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ വിവാഹപ്രായങ്ങളെ ഒന്നും വിമർശകരാരും കാണാറില്ല, അല്ലെങ്കിൽ ബോധപൂർവ്വം മൂടി വെക്കുകയാണ്, അതിന് നേരെ കണ്ണടക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹപ്രായത്തിൽ മാത്രം വിമർശനം ഉന്നയിക്കുന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല. നിങ്ങൾ നോക്കൂ, നമുക്കറിയാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി എന്ന് നമ്മളൊക്കെ വിളിക്കാറുള്ള ഗാന്ധിജി വിവാഹം കഴിക്കുന്നത് അവിടുത്തെ ഭാര്യ കസ്തൂർബയെ വിവാഹം കഴിക്കുമ്പോൾ അവർക്കെന്ന് 14 വയസ്സായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാം. രവീന്ദ്രനാഥ് ടാഗോർ, ലോകപ്രശസ്തനായ കവിയാണ്. നമ്മുടെ ജനഗണമന എന്ന ദേശീയ കാവ്യം രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ 22-ാം വയസ്സിൽ മൃണാളിനി ദേവിയെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ പ്രായം വെറും 9 വയസ്സാണ്, അല്ലെങ്കിൽ 10 വയസ്സാണ്. 9 വയസ്സുള്ള മൃണാളിയെ രവീന്ദ്രനാഥ് ടാഗോർ വിവാഹം ചെയ്തതിന് ഇവിടെ ആരും വിമർശിക്കാറില്ല. അതേപോലെ തന്നെ രാജാറാം മോഹൻ റായ്, ഇന്ത്യയിൽ തന്നെയുള്ള പ്രസിദ്ധരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർ വിവാഹം ചെയ്യുമ്പോൾ അവരുടെ ഭാര്യയ്ക്ക് വളരെ ചെറിയ പ്രായം മാത്രമായിരുന്നു, 9 വയസ്സ് മാത്രമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ആ നിലയ്ക്ക് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് നവോത്ഥാന നായകന്മാരെ പോലും കാണാം. ജവഹർലാൽ നെഹ്റു, അവിടെ അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഭാര്യ കമല നെഹ്റു വെറും 16 വയസ്സായിരുന്നു എന്നിങ്ങനെ നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ സാധ്യമാകും. ഇനിയും യൂറോപ്യൻ ചരിത്രത്തിലെ രാജകുടുംബങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയും ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച ധാരാളം ചരിത്രം കാണാം. ഹെൻറി 8-ാമൻ, അദ്ദേഹം അവിടുത്തെ ആദ്യ ഭാര്യയായിരുന്ന കാതറിൻ ഓഫ് അരഗോൺ, അവരെ വിവാഹം കഴിക്കുന്നത് വെറും 3-ാമത്തെ വയസ്സിൽ. 3-ാമത്തെ വയസ്സിലാണ് ആർതർ രാജകുമാരനുമായി അവർ വിവാഹം കഴിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഹെൻറി 8-ാമനെ അവർ വിവാഹം കഴിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. നോക്കൂ, 3-ാമത്തെ വയസ്സിൽ, 6 അല്ല 9 അല്ല, വെറും 3-ാമത്തെ വയസ്സിൽ യൂറോപ്പിലെ രാജാക്കന്മാർ അവർ പെൺകുട്ടികളെ 3-ാം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വേറെയും എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ, അദ്ദേഹം 13 വയസ്സുള്ള വിർജീനിയ ക്ലെമനെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ജെറി ലൂയിസ്,
അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ ഗെയിൽ ബ്രൗണിന് 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ലോകപ്രശസ്തനായ ചാർലി ചാപ്ലിൻ അവർ കല്യാണം കഴിക്കുമ്പോൾ മിൽഡ്രഡ് ഹാരിസിന് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അവർക്കാണെങ്കിൽ 35 ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിൽ മാമ്മൻ മാപ്പിള, മലയാള മനോരമയുടെ പത്രാധിപനായിരുന്ന മാമ്മൻ മാപ്പിള വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 15, അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞാണ്ടമ്മക്ക് അതിലും കുറഞ്ഞ പ്രായം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കേരള ചരിത്രത്തിൽ കാണാം. എന്നിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ധാരാളക്കണക്കിന് ആളുകൾ, ഇസബെല്ല ഓഫ് വാലോയിസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ രാജകുമാരി, അവർ 6-ാം വയസ്സിലാണ് വിവാഹം ചെയ്യപ്പെട്ടത് എന്ന് അവരെക്കുറിച്ച് ചരിത്രത്തിൽ പഠിപ്പിക്കുന്നു. എന്നിങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ധാരാളക്കണക്കിന് ചരിത്രം നമുക്ക് കാണാം. ഇവിടേക്കൊന്നും നോക്കാതെ, അതിനെയൊന്നും വിമർശിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹപ്രായത്തെ മാത്രം വിമർശിക്കുന്നത് തെറ്റായ ചിന്തയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ 6-ാം വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണം എന്ന് മുസ്ലിങ്ങൾ ആരും പറയുന്നില്ല. അന്നത്തെ കാലത്ത് ആ വിവാഹത്തെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അത് അന്നത്തെ ആരും അതിനെ വിമർശിച്ചിട്ടില്ല. അന്ന് അവിടുത്തെ സാധാരണ രീതിയായിരുന്നു. ഈ പറയപ്പെട്ട വിവാഹപ്രായങ്ങളെല്ലാം പിന്നീടുള്ള ആൾ വിമർശിക്കുന്നത് ആ കാലഘട്ടത്തിലെ സാമൂഹിക പശ്ചാത്തലങ്ങൾ മാത്രം പരിശോധിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു 6 വയസ്സുള്ള കുട്ടിയെ ഒരാൾ കല്യാണം കഴിച്ചാൽ അത് വിമർശന വിധേയമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. അത് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലോകത്ത് തന്നെ എല്ലാ രാജ്യത്തും ഒരേ വിവാഹപ്രായമല്ല ഉള്ളത്. വ്യത്യസ്ത വിവാഹപ്രായങ്ങളാണ് മിനിമം ഏജ് ഓഫ് മാരേജ് ആയിക്കൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു വിമർശന വിധേയമായ വിഷയമല്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി, ഈ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ കൂരമ്പുകളെ പോലെ വരുന്ന സമയത്ത് മുസ്ലിം പേരുള്ള ചില പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ ആയിഷ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 19 വയസ്സായിരുന്നു. 19 എന്ന് രേഖപ്പെടുത്തിയപ്പോൾ അത് രേഖപ്പെടുത്തി അറബികൾക്ക് തെറ്റുപറ്റിയിട്ട് 10 വിട്ട് വെറും 9 മാത്രമായി പോയതാണ്, അല്ലെങ്കിൽ അറബികൾക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റിയതാണ്. ചരിത്രത്തിൽ തന്നെ 19 വയസ്സ് എന്നും 18 വയസ്സ് എന്നും 22 വയസ്സെന്നും ഒക്കെയുള്ള രേഖകളുണ്ട് എന്ന് ചരിത്രരേഖകൾ, അതും വിശ്വസനീയമല്ലാത്ത ചരിത്രരേഖകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ വിമർശനത്തെ എതിർക്കാൻ വേണ്ടി ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം പണ്ഡിത വേഷധാരികളെയും കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചരിത്ര രേഖകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, എന്നെ പ്രവാചകൻ കല്യാണം കഴിച്ചത് 6-ാം വയസ്സിലാണ് എന്ന്. പിന്നെ കണ്ട നീയവടക്ക് കേട്ട ഞാൻ പറയാം എന്ന കോലത്തിൽ ആരോ ഉദ്ധരിക്കുന്ന ചരിത്രരേഖയ്ക്ക് പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഈ ഹദീസാണെങ്കിൽ ഇമാം ബുഖാരി, മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ചരിത്രരേഖകൾ സ്വീകരിച്ചുകൊണ്ട് ആ പ്രായത്തെ വിമർശിക്കുമ്പോൾ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസിൻ്റെ സ്വീകാര്യതയെ കൂടിയാണ് ഇത്തരം ആളുകൾ സംശയത്തിൻ്റെ മുനമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ചരിത്രത്തെ വസ്തുനിഷ്ഠമായിക്കൊണ്ട് പഠിച്ച് അതിനെ കൃത്യമായി ഉൾക്കൊള്ളാനും, അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിലും പ്രമാണം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ അതിനെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.